ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും ഷഹാനും ഉണ്ട്. ഷഹാൻ്റെ വണ്ടിയിലാണ്. എൻ്റെ വണ്ടി ഷഹാൻ്റെ വീട്ടിലിട്ടിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ അസ്ലമില്ലേ സ്വിഫ്റ്റുള്ള RBR 2 ഉണ്ട്. ആ വണ്ടിയുടെ ഒരു റിവീലിംഗ് ഉണ്ട്. മീൻസ് ആ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ കളർ ചേഞ്ച് ചെയ്ത് കുറച്ച് ചില്ലറ കുറച്ച് വർക്കൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കാന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് ആശാൻ. അപ്പോൾ 2 മാസം മുന്നേ വണ്ടി പെയിൻറ്റിങ്ങിനൊക്കെ കയറ്റി. പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. വണ്ടി ഇന്ന് റിവീലിംഗ് ആണ്. നമ്മൾ റിവീലിംഗ് സ്പോട്ടിലോട്ട് പോയത് നമ്മുടെ പാലോടുള്ള നൊക്ടോറിയൽ കസ്റ്റംസ് അവിടെയാണ് വണ്ടി ഇന്ന് റിവീൽ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ ഷാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ട് നേരെ അവിടെ ചെന്ന് വണ്ടി റിവീലിങ്ങിനായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്നോ നമ്മൾ പോകുന്ന ഷാൻ്റെ വണ്ടിയിലാണ്. ഷാൻ്റെ വണ്ടി മൊത്തം ക്ലീനാക്കി ഞാൻ കാണിച്ചു തരാം. അല്ല, വണ്ടി മൊത്തം ടെസ്റ്റ് ചെയ്ത് റീപെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ വായിക്കാണ് വണ്ടി. അപ്പോൾ ഏകദേശം നല്ല വൃത്തിയായ കേട്ടോ. അതെ, കൊതു കയറി ഗൈസ്. ഓ, സൈലൻസർ കോപ്പ് മറ്റേ സൈലൻസറിൻ്റെ ഒരു ക്ലാമ്പ് ചെറിയ ഇഷ്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് ഇനി അടുത്ത് 2 ദിവസത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി എടുത്തില്ല. നമ്മൾ നേരെ ഷഹാൻ്റെ വണ്ടി എടുത്ത് നേരെ പോവുകയാണ് ഗായ്സ്. പെട്രോൾ അടിച്ചോ കൂട്ടാ? എത്ര അടിച്ച്? 3500. എൻ്റെ അമ്മച്ചി എന്തൊക്കെ തള്ളന്നാണ്. ഇന്ന് വല്ല പോവോ അവര്? ആ സൈഡ് വേണ്ടിയാണോ നോക്കാം. ഒരു വീട്ടൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സ്പെയർ സോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്ലേസ് പാലോട് കഴിഞ്ഞ് നമ്മുടെ മടത്തറയിലോട്ട് പോകുന്ന റോഡിൽ നിന്ന് ഒരു പാലോട് നിന്ന് ഒരു 2 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് സൈഡിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആലിഫ് പെയിൻറ്റ് വർക്ക്സ് അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ നൊക്ടോറിയൽ കസ്റ്റംസ് അല്ലേ? നൊക്ടോറിയൽ അങ്ങനെ സംതിങ്. അപ്പോൾ അവിടെ ചെല്ലുകയാണ് നമ്മൾ. ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാണാം. അവിടെ ഒരുപാട് വണ്ടികളുണ്ടാവും. വണ്ടികളെല്ലാം കാണിച്ച് നമ്മൾ റിവീലിങ്ങിന് പോകുന്ന വണ്ടിയെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടെ എടുത്ത് സെറ്റ് ചെയ്തായി യൂട്യൂബിൽ ഇടാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അസുഖം നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ എത്തി 6 മണിക്കാണ് റിവീലിങ്. മണി 6:30 ആയി. എത്രയാണ് അവന്? 6:15. 6 മണിക്കാണ് റിവീലിങ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചുകൊണ്ടിരിക്കുകയും ബാക്കി. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ടാറ്റാ. അപ്പം ഗൈസ് നമ്മളിവിടെ എത്തി. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. കാണിച്ചറേ മെയിനെ ബമ്പറൊക്കെ ഇവിടെ കുറേ പുട്ടിയൊക്കെ അടിച്ച് കുറേയൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട പൊട്ടൽ കണ്ട പെയിന്റിങ് കൊള്ളൂല. സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. കണ്ട ഗൈസ്. പെയിന്റ് ചെയ്യുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടിയാണ് കേട്ടോ. ഒരു സ്വിഫ്റ്റ് അതിനകത്ത് വാഷ് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും മെസ്റ്റിഷ്യൽ ആൻസറൊക്കെ ഉണ്ട്. അറിയാണ്ടൊന്നും അല്ലാണ്ട് കുറേ വണ്ടികളുണ്ട്. ബാക്കി ഇനി അവൻ്റെ വണ്ടി അകത്ത് കയറുമ്പോൾ എന്താണെന്ന് കാണാം. എന്തായാലും റിവീലിംഗ് ടൈം ആയിട്ടില്ല. ആ ഉടനെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. ആ വണ്ടിയുടെ ലുക്ക് കാണാം. മഞ്ഞ ഫുൾ മഞ്ഞ കളർ ഏതായിരിക്കും? പറ. കളർ മഞ്ഞായിരിക്കും. മഞ്ഞ ഷർട്ട് ചെയ്യും. ചിലപ്പോൾ മഞ്ഞ ആവാൻ സാധ്യത. വണ്ടി ബാക്കിലുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓണർ ആലിഫ്.
സിവിക് ഉണ്ട്, സിവിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിവിക്കിൻ്റെ കുറച്ച് അട്ടഹാസം കാണാം നമുക്ക്. ശബ്ദം കിട്ടി, തീയൊന്നും കാണൂലേ. അടിപൊളി. നമ്മൾ ഈ വണ്ടി റാപ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പുള്ളിക്കാരൻ നൈസ് റാപ്പായിട്ട് ഹോണ്ട സിവിക്കാണ്. മറ്റുള്ളവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അടുത്തത് കിട്ടും. പിന്നെ നമ്മൾ പോണേ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്ത്. അല്ല നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കണം. ചിരി മഞ്ഞേ മഞ്ഞേ. വണ്ടി വാക്കെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വണ്ടി ഇപ്പോഴാണ് കാണുന്നത്. വണ്ടി കൊടുത്തിട്ട് പുള്ളിയെ കേൾക്കില്ല. അപ്പോൾ നീ ഇതൊരു വണ്ടി കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നാണ് കാണുന്നത്? കളറത് പരാജയമായി പോയി അല്ലേ? എടാ ഇന്റീരിയർ വല്ല ചെയ്താ? ഇന്റീരിയർ റെഡ് മാറ്റിയോ? ഇവൻ്റെ ഇന്റീരിയർ മുന്നേ റെഡായിരുന്നു കേട്ടോ. അത് ഇപ്പം റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കി. ഓക്കെ നൈസ്. നമ്മൾ ഇറങ്ങിയ ഗൈസ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു കട്ടറും കോപ്പൊക്കെ ഇവിടെ ഉണ്ട്. ചെറുക്കനാണെങ്കിൽ ഇറക്കിയാറ് ഗൈസ്. നമ്മൾ നല്ലൊരു തേരിപ്പുറത്തു നിന്നാണ് ഈ പുള്ളിക്കാരൻ്റെ ഷോപ്പ്. നല്ലൊരു ഇറക്കത്തിലാണ്. റൈറ്റാണ്. നമുക്ക് നേരെ ഇനി റോട്ടിൽ ഇറങ്ങി ലെഫ്റ്റ് പാലൂർ എടുത്ത് നമ്മൾ വീട്ടിൽ പോകുന്നതാണ് ഗൈസ്. ചായ വാങ്ങിച്ചിടാ, വാങ്ങിച്ചു ഉറപ്പാണ്. നേരെ കയറും വണ്ടി അടിപൊളിയായിട്ട്. സിറ്റിയാണ് 1.5. അപ്പോൾ ഒരു പ്രശ്നം കൂടാതെ അടുത്ത നമ്മുടെ സെക്കൻഡ് പരിപാടി അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഹായ് പറയൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ അപ്പോൾ വീട് പിടിക്കാന്നുള്ള ഓപ്ഷനിൽ നിൽക്കുകയാണ്. അതാ വീഡിയോ എടുക്കുകയാണ്. കണ്ട ഗൈസ്, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ ഇനി പോകുന്നു. ഇനി ഒരു ചായ കുടിക്കണം, വീട് പിടിക്കണം. ഷിബിന് വയ്യ. അപ്പം ചെന്നിട്ട് 2-3 പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഷിബിന്ന് വരാൻ വേണ്ടി ഇരുന്നതാണ്. കൂടെ ഡ്രോണൊക്കെ കൊണ്ടുവന്നെങ്കിൽ അകത്ത് ഫ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവൻ്റെ ക്യാമറ വെച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിൽ വന്നതാണ് കേട്ടോ നമ്മൾ. പക്ഷേ ഷിബിന് പെട്ടെന്ന് വയ്യാണ്ടായിപ്പോയി. അപ്പോൾ അവൻ വന്നില്ല. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പോയിട്ടാണ് അവൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ പിരിയും. ഓക്കെ ഗായ്സ്, ബൈ. അങ്ങനെയല്ല, ചായ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ട് വഴിക്ക് പോകും. എൻ്റെ വണ്ടി ഇവൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി കൊണ്ട് ഇവിടെ ഇടും. ചായ കുടിച്ചിട്ട് പിരിയൊന്നും അങ്ങനെ അല്ലടാ കൂട്ടാ. അപ്പോൾ നമ്മൾ നേരെ വീടൊന്നും ആരും പ്രതികരിക്കണം. എല്ലാവരും പ്രതികരിക്കണം. വൈറലാവണം നമുക്ക്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വരാൻ പോണത് അസ്ലമിൻ്റെ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, പെയിൻറ്റ് ചെയ്തതിൻ്റെയും അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ, ഏത് പെയിൻ്റാണ് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം.